ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറച്ച് ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ്. മോസ്റ്റ്ലി അവരുടെ ഹെയർ കെയർ പ്രോഡക്ട്സ് തന്നെയാണ് ഇതുവരെ അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലത്തെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ അത്യാവശ്യം ഒരു 6 to 7 പ്രോഡക്ട്സ് ഞാൻ അവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്വിക്ക് റിവ്യൂ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ലാസ്റ്റത്തെ പ്രോഡക്റ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് കേട്ടോ. അതാണ് എൻ്റെ ഹെയറിനെ ഫുള്ളായിട്ട് ട്രാൻസ്ഫോം ചെയ്തത്. ഇങ്ങനെയായിരുന്നു എൻ്റെ ഹെയർ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നിങ്ങൾ നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോഡി വാഷ് ആണ്. ഇതാണ് ആ ബോഡി വാഷ് വരുന്നത്. ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് കോഫി ആൻഡ് വോം വെനില ലക്ഷറിയസ് എനർജൈസിങ് ബോഡി വാഷ് ആണ്. ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞു, ഞാൻ ഉപയോഗിച്ച് തീർത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 ml 325 rupees ആണ്. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. നിങ്ങളുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുന്ന ഒരു ബോഡി വാഷ് ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബോഡി വാഷ് സൂപ്പർബാണ്. പിന്നെ കോഫി ബേസ്ഡ് ആയിട്ടുള്ള ബോഡി വാഷ് പ്ലസ് ലിറ്റിൽ ബിറ്റ് ഓഫ് വാനിലയുടെ ഒരു ഹിന്റ് ആയിട്ട് വരുന്നൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ബോഡി വാഷ് ആണ് അന്വേഷിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സൂപ്പർബാണ്. ഇതിൻ്റെ സ്മെൽ എന്ന് പറഞ്ഞറിയിക്കില്ല. എനിക്ക് കോഫി ലവറായ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സൂപ്പർബായിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ നല്ല സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആക്കും. അങ്ങനെ നമ്മൾ കുളിച്ചിറങ്ങിയാൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയ പോലെ ഒന്നും തോന്നില്ല. സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ് ആണ്. നിങ്ങളും ഒരു ബോഡി വാഷ് അന്വേഷിക്കുന്നുണ്ട്, കോഫി ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ബോഡി വാഷ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അലോവേര ആൻഡ് ഇലാങ് നറിഷിംഗ് ആൻഡ് റിപ്പയർ ഹെയർ ആൻഡ് സ്കാൽപ്പ് ഓയിലാണ്. ഇതാണ് പ്രോഡക്റ്റ് വരുന്നത്. ഇതും നല്ല സൂപ്പർബായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ നല്ലൊരു ഹെയർ ഓയിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈവൻ കുളിക്കുന്നതിന് മുന്നേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുളിച്ച് കഴിഞ്ഞിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല ഹെയറിന് നല്ല സ്മൂത്ത് ആയിട്ട് വെക്കും കേട്ടോ. നല്ലൊരു സാധനമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മണമാണ് ഹൈലൈറ്റ് വരുന്നത് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സ്മെല്ലാണ് കോക്കനട്ട്. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ, അതാണ്. പ്ലസ് ഒരു ഇലാങ് പൂവില്ലേ, നമ്മുടെ ലാങ്കി അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലും വരുന്നുണ്ട്. നല്ല സൂപ്പർബായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ആഫ്റ്റർ കുളിച്ച് കഴിഞ്ഞിട്ടായാലും ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. റൂട്ട്സിൻ്റെ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറിലുള്ള മോയ്സ്ചർ ലീക്കായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് ഞാൻ അവിടെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിലാണ്, നല്ല സൂപ്പർബായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ റോസ്മെരി ആൻഡ് ഓണിയൻ ആൻറ്റി ഹെയർ ഫോൾ സ്കാൽപ്പ് സിറം ആണ്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂ ഞാനിപ്പോൾ പറയുന്നില്ല എന്തായാലും, ബിക്കോസ് ഞാനിത് ഫുള്ളായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ. പിന്നെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 15 ദിവസമായിട്ടുള്ളൂ. എനിക്കിപ്പോൾ ആഫ്റ്റർ പ്രഗ്നൻസി ഹെയർ ഫോൾ ഉണ്ട് നല്ലോണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് വർക്ക് ചെയ്താൽ എന്തായാലും നല്ല പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇത് വാട്ടർ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ അത് ലൈറ്റ് വെയിറ്റ് തന്നെയാണ്, അത് ഓക്കെയാണ്. നിങ്ങൾക്ക് രാത്രി പറ്റിയൊക്കെ എടുക്കാം. അപ്പോൾ കാലത്ത് ഏറ്റാൽ നിങ്ങൾക്ക് വാഷ് ചെയ്തെങ്കിൽ വാഷ് ചെയ്യണ്ടെങ്കിലും കുഴപ്പമില്ല, അത്ര ഹെവി ആവില്ല എന്നാണ് പറയുന്നത്. അത് ഓക്കെയാണ്, അത് കറക്റ്റാണ്. പ്രത്യേകിച്ച് വേറെ തരത്തിലുള്ള സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് രാത്രി അപ്ലൈ ചെയ്ത് നമ്മുടെ ഹെയർ ഗ്രോത്ത് വളർത്താൻ, നമ്മുടെ ഹെയർ ഗ്രോത്ത് ആക്കാൻ നല്ലതാണ്. ബട്ട് ഇത് വർക്ക് ചെയ്യില്ലെന്ന് അറിയാൻ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു 1 month ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസം ട്രൈ ചെയ്യും, നെക്സ്റ്റ് മന്ത് ട്രൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ തരാം. അടിയിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ എഴുതിയിടാം. പിന്നെ പറ്റുകയാണെങ്കിൽ ഞാനൊരു വേറെ ഒരു ചെറിയൊരു ഷോർട്സ് പോലെ ചെയ്യാൻ നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പറയാം പ്രോഡക്റ്റ് എനിക്ക് വർക്ക് ചെയ്തോ ഇല്ലെന്ന്. കാരണം എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെയർ സ്ട്രെയിറ്റനിങ് റൂട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ ആണ്, ഭയങ്കര ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ അതിനെ സ്ട്രെയിറ്റ് ആക്കിയാലും പിന്നെയും ഫ്രിസി തിരിച്ചു വരും. പിന്നെ കേൾ ചെയ്തത് ഒരു വേവ്സ് ആയി സ്ട്രെയിറ്റ് ചെയ്തത് ഒരു വേവ്സ് ആയിട്ട് മാറും. എന്നാലും പിൻ സ്ട്രെയിറ്റ് ഹെയർസ് എനിക്ക് കിട്ടാറില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്നർ ഐക്കോണിക്കിൻ്റെ ആണ്. ആരുടെ മുടിയായാലും ഇപ്പോൾ നോർമലി ഭയങ്കരമായിട്ട് കേളി ആയിട്ടുള്ള ഹെയർസിന് വരെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ്നറാണ് ഐക്കോണിക്. ബ്യൂട്ടി പാർലറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് അത് എനിക്ക് തീരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബട്ട്
ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഡെഫിനറ്റ് ചേഞ്ച് തോന്നിയത് കേട്ടോ എൻ്റെ ഹെയർ സ്ട്രൈറ്റനിങ് റൂട്ടീനിൽ. ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റ് ആൻഡ് കണ്ടീഷനിങ് മിസ്റ്റ് ആണ് വിത്ത് ആർഗൺ ഓയിൽ. ഇതൊരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഹെയറിൽ ഭയങ്കരമായിട്ട് ഫ്രീസ് വരുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ ഷാംപൂ കണ്ടീഷണർ, ഞാൻ പറയാം നെക്സ്റ്റ് പ്രോഡക്റ്റ് അതാണ്. അപ്പോൾ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നു. ഷാംപൂ ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യാറ്. കണ്ടീഷണർ ചിലപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യും. ഷാംപൂ ഹെയർ മാസ്ക് എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ നല്ല ഹെയർ നല്ല സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ഡ്രൈ ആയി ടവൽ ഡ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ലൈറ്റായിട്ട് ഒരു 4-5 സ്പ്രേ അടിച്ച് കൊടുത്ത് എല്ലായിടത്തും വെച്ച് തേക്കും. അപ്പോൾ എൻ്റെ ഹെയറിൽ എന്തെങ്കിലും ഫ്രിക്സ് വരാണ്ടെങ്കിൽ അതവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ്നർ എടുക്കും. അതിൻ്റെ കൂടെ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് 4 പാർട്ടീഷനായിട്ട് ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാറ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് അടിയിലത്തെ 2 ഹെയർ, അടിയിലത്തെ 2 സൈഡ് ഒരു സ്ട്രെയിറ്റ് ചെയ്യും, പിന്നെ മുകളിലത്തെ 2 സൈഡ്. അപ്പോൾ അടിയിലത്തെ ഒരു സെക്ഷനിൽ ഒരു 3 സ്പ്രെഡ്സ്, അത്രയും യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കുറേ നമ്മൾ ഉപയോഗിച്ചാൽ ഇത് ഭയങ്കര ഹെവി ആവും. അത്യാവശ്യം ഒരു 3 സ്പ്രെഡ്സ് അത്രയും യൂസ് ചെയ്യാറുള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു 1 വീക്ക് വരെ, നമ്മൾ എപ്പോഴാണ് ഹെയർ വാഷ് ചെയ്യുന്നത് അതുവരെ എനിക്ക് നിൽക്കാറുണ്ട് കേട്ടോ. ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കാറുണ്ട്. എനിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എൻ്റെ സ്ട്രെയിറ്റനിങ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഒറ്റ ദിവസം തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് കേളി ആവണ ഹെയർ ആയിരുന്നു. ബട്ട് ഈ ഒരു സാധനം കൊണ്ട് മാത്രമാണ് എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. നല്ല പിൻ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാത്തൊരു ഹെയർ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലാസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഈ 2 പ്രോഡക്ട്സ് കൊണ്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ഹെയറിന് നല്ല മാറ്റം വന്നത്. നിങ്ങൾക്ക് കാണാം എൻ്റെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബിഫോർ ഫോട്ടോസ് ഞാൻ ഇവിടെ ഇടാം കേട്ടോ. ഭയങ്കര കേളി, ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. ഈ 2 പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഹെയർ ഒന്നുകൂടി സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിക്കണം. നിങ്ങൾ കണ്ടോ നല്ല വേവി ആയിക്കണു. കേളിക്ക് പകരം വേവി ആയിക്കണു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തു, ഷാംപൂ, കണ്ടീഷണർ, പിന്നെ ലീവിങ് സിറം. അത് ഞാൻ മുന്നേ ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ അങ്ങനെ തീരെ ഭയങ്കര കേളി ആയിട്ട് കിടക്കുന്ന ഹെയർ തന്നെയായിരുന്നു. പിന്നെ കേളിൻ്റെ മാത്രമല്ല ഭയങ്കര ഫ്രീസിയും ആയിരുന്നു. ബട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രീസിനെസ് കുറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് നല്ലൊരു നമ്മുടെ ഹെയർ, നമ്മുടെ കേളി ഹെയറിന് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് വെക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് ഞാൻ ഷാംപൂവിനെ കുറിച്ച് പറയാം. ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഓലിവ് ഓയിൽ ആൻഡ് പെപ്റ്റൈഡ് ബോണ്ട് റിപ്പയർ സൾഫേറ്റ് ഫ്രീ ഷാംപൂ ആണ്. സൾഫേറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹെയറിൽ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഹെയർ കേൾ ചെയ്തിട്ടോ സ്ട്രെയിറ്റ് ചെയ്തിട്ടോ ഈവൻ കളർ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഡാമേജസ് നമ്മുടെ ഹെയറിൽ ഉണ്ടെങ്കിൽ അതിന് സൂപ്പർവായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ഈവൻ എൻ്റെ കേളി ഹെയർ ആണ്. അപ്പം നമുക്ക് ഓഫ്കോഴ്സ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. അപ്പോൾ അതിന് വരെ ഇത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഡാമേജ്, നിങ്ങളുടെ ഹീറ്റ് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സാധനം യൂസ് ചെയ്യാം. പിന്നെ അതും കൂടാണ്ട് തന്നെ നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹെയറിന് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രിസി കേളി ആയിട്ടുള്ള ഹെയറിന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ ഹെയർ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ പറയാൻ പോകുന്നത് കണ്ടീഷണർ ആണ്. ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്, ഞാൻ ഈ റേഞ്ച് തന്നെയാണ് ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവരുടെ ഇതിൽ കുറേ വേറെ റേഞ്ചുകൾ വരുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു റേഞ്ചാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷണർ ആയാലും നല്ല കണ്ടീഷണറാണ്. ഒരു മീഡിയം റേഞ്ചിലുള്ള കണ്ടീഷണറാണ്. നമ്മൾ നോർമൽ കണ്ടീഷണർ പോലെ തന്നെയാണ്. അത്ര പ്രത്യേകിച്ച് എനിക്കൊരു എഫക്റ്റ് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഷാംപൂ, കണ്ടീഷണർ, മാസ്ക്, ഇതിൽ ഞാൻ ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യുക. കണ്ടീഷണർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, വലിയ നിർബന്ധമില്ല. പിന്നെ ഡേ ടു ഡേ നിങ്ങൾ ഹെയർ എപ്പോഴൊക്കെ വാഷ് ചെയ്യണം അപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു മീ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ എൻ്റെ പോലെ ഹെയർ ഡ്രൈ ഫ്രീസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. ഇതാണ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ അഗെയിൻ ബോണ്ട് റിപ്പയർ റേഞ്ചിലത്തെ ഹെയർ മാസ്ക് ആണ്. ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞു, കുറച്ചും കൂടെ ഉള്ളൂ.
ബട്ട് ഇതും ഞാൻ അറ്റ്ലീസ്റ്റ് വൺസ് വീക്ക് ഈ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ്. നമ്മൾ ഷാംപൂ ചെയ്യുക, ഷാംപൂ മാസ്ക് യൂസ് ചെയ്യുക, നല്ല ഹൈഡ്രേറ്റഡ് ആക്കും കേട്ടോ സ്കിന്നിനെ. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയും. അപ്പോൾ തന്നെ എൻ്റെ ഹെയറിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് സ്മൂത്ത് ആവും. കുളിച്ച് കഴിഞ്ഞ് നമ്മൾ അഗെയിൻ ലീവ് ഇൻ കണ്ടീഷണർ മാത്രം പറഞ്ഞിട്ട് യു വിൽ ഗെറ്റ് ദിസ് ഹെയർ. എന്തായാലും നല്ല സൂപ്പറായിട്ടുള്ള നിങ്ങളുടെ ഹെയറിന് നല്ല ട്രാൻസ്ഫോർമേഷൻ, ഈവൻ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എല്ലാവർക്കും, നിങ്ങളുടെ ഹെയർ ഡ്രൈ ഫ്രിസി നിങ്ങൾക്ക് ജസ്റ്റ് ഇച്ചിരി സ്മൂത്ത് ഹെയർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഡിഫറൻസ് കാണാൻ പറ്റും. അത് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയറിൽ വർക്ക് ചെയ്തെങ്കിൽ ആരുടെ ഹെയറിലും വർക്ക് ചെയ്യും. ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്യാരണ്ടി ആണെന്നുള്ളത്. നിങ്ങളുടെ ഓൾറെഡി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ബട്ട് നിങ്ങളുടെ കേളി ഡ്രൈ ഫ്രീസി ഹെയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യൂ. നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെഫിനറ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റത്തെ പ്രോഡക്റ്റ് ആണ് എൻ്റെ ഹെയറിനെ ട്രാൻസ്ഫോം ചെയ്തത്. മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ഹെയർ ട്രാൻസ്ഫർ ചെയ്തത്. ഞാൻ ഇത് യൂസ് ചെയ്തില്ലെങ്കിലും കണ്ടീഷണർ യൂസ് ചെയ്തില്ലെങ്കിലും ഈ ഒരു ഹെയർ മാസ്ക് എപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യം തേക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യും, ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യും, പിന്നെ ഞാൻ ജസ്റ്റ് മുന്നേ പറഞ്ഞ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ആണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ ഹെയറിലെ ഫ്രിസിനെസ് ഫുള്ളായിട്ട് പോകും. അപ്പോൾ ഫ്രിസിനെസ് പോയാൽ തന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയറിൻ്റെ റിസൾട്ട് ഇപ്പോൾ തന്നെ കാണാൻ തന്നെ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഐ എം സെയിങ് സൂപ്പർ പ്രോഡക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഞാൻ അവരെ ട്രൈ ചെയ്തത്. ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് അടിയിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിന്നെ ചെയ്ത് വെക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്. അതെന്തായാലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെ ഇതിലത്തെ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ ആ ബ്രാൻഡിന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടിയിൽ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് പറയാം കേട്ടോ. എനിക്ക് ഏകദേശം എല്ലാ പ്രോഡക്ട്സും അതിൻ്റെ ഇഷ്ടമായിട്ടോ. എൻ്റെ ഫേവറേറ്റ് ഹെയർ മാസ്ക് ആയിരുന്നു. ബട്ട് അതിൽ ഏകദേശം വരുന്ന എല്ലാ റേഞ്ചിലത്തെ പ്രോഡക്ട്സും നല്ല സൂപ്പർവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.